ഹലോ ഓൾ. അപ്പോൾ ഇത് മുൻപത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അതായത് ബിഗിനേഴ്സിന് എങ്ങനെയാണ് അവരുടെ ലൈഫിലേക്ക് ഇംഗ്ലീഷിനെ പടിപടിയായിട്ട് കൊണ്ടുവരാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇംഗ്ലീഷിനെ ഡെയിലി ലൈഫിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ട് അതിനുള്ള ടിപ്സ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഭയങ്കര നല്ല റെസ്പോൺസാണ് നമുക്ക് കിട്ടിയത്. ഒരുപാട് പേര് കോമൻ്റ് ആയിട്ട് പറഞ്ഞു ഇനിയും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെന്ന്. അതുപോലെ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്ത് പറഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട് എന്തായാലും വേണമെന്ന്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തുടക്കക്കാർക്ക് ഇംഗ്ലീഷ് ഒരു ഭയങ്കര ഒരു പ്രശ്നം പോലെയാണ് എപ്പോഴും നിൽക്കുക അല്ലേ. അതിനെ നമ്മളുടെ ഒന്ന് പ്രായോഗികമാക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഡെയിലി ലൈഫിലേക്ക് അതൊന്ന് പറഞ്ഞ് സെറ്റാക്കാനായിട്ട് ഭയങ്കര ഒരു ബാരിയർ ഉണ്ട്. അതായത് എങ്ങനെ തുടങ്ങും, ആളുകൾ കളിയാക്കുമോ, അല്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും, മുറി ഇംഗ്ലീഷ് ആണെന്ന് പറയുമോ, മംഗ്ലീഷ് ആണെന്ന് പറയുമോ, അങ്ങനെയുള്ള ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. മൈൻഡ് തന്നെ ഒന്ന് ആദ്യം ശരിയാക്കി എടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചധികം വേർഡ്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അല്ലേ സാഹചര്യം. സാഹചര്യം അനുകൂലമല്ല, അല്ലെങ്കിൽ സാഹചര്യം വളരെ മോശമാണ് എന്നൊക്കെ പറയും. ഈ സാഹചര്യം എന്നുള്ളതിന് പകരം നമ്മളെപ്പോഴും സിറ്റുവേഷൻ എന്ന് യൂസ് ചെയ്യുക കേട്ടോ. സിറ്റുവേഷൻ അല്ല, സിറ്റുവേഷൻ. ആണ്. സിറ്റുവേഷൻ വളരെ മോശമാണ്. സാഹചര്യം എന്നുള്ള വാക്കിനെ പതുക്കെ ഒഴിവാക്കി നിർത്തിയിട്ട് സിറ്റുവേഷൻ എന്ന് യൂസ് ചെയ്ത് തുടങ്ങണം. നമ്മൾ ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും കൊച്ചുവർത്തമാനം പറയുമ്പോൾ, കൊച്ചുവർത്തമാനം എന്നെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? സ്മോൾ ടോക്ക്. ഓക്കെ, അപ്പോൾ അത് ഈസി അല്ലേ ഓർത്ത് വെക്കാനായിട്ട്? കൊച്ചു വർത്തമാനം, സ്മോൾ ടോക്ക്. ഓക്കെ, എല്ലാ വേർഡ്സും അങ്ങനെ വരണം എന്നില്ല കേട്ടോ, കറക്റ്റ് ട്രാൻസ്ലേഷൻ. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എപ്പോഴും ഒരു ഘടകമായിട്ട് വരുന്നൊരു കാര്യമാണ്, നമ്മൾ സംസാരിക്കുന്ന ഒരു ടോപ്പിക്കാണ് മിക്കപ്പോഴും കാലാവസ്ഥയെ കുറിച്ച് നമ്മൾ സംസാരിക്കും അല്ലേ. നമ്മളിപ്പോൾ ഫോൺ ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ അന്യരാജ്യത്തിരിക്കുന്ന ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോഴായാലും എപ്പോഴും നമ്മൾ ചോദിക്കും എങ്ങനെയുണ്ട് അവിടെ കാലാവസ്ഥയൊക്കെ എന്ന് ചോദിക്കും അല്ലേ. സോ ഹൗസ് ദ ക്ലൈമറ്റ്, ക്ലൈമറ്റ് എങ്ങനെയുണ്ട്, ഹൗസ് ദ ക്ലൈമറ്റ്, അല്ലെങ്കിൽ ഹൗസ് ദ വെതർ എന്ന് ചോദിക്കാം നമുക്ക്. അപ്പോൾ കാലാവസ്ഥ എന്നതിന് പകരം ക്ലൈമറ്റ്, വെതർ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങുക കേട്ടോ. നമ്മൾ ചിലരെ കാണുമ്പോൾ പറയില്ലേ, അയ്യോ ആളെവിടെയോ കണ്ടുപരിചയം ഉണ്ടല്ലോ, ആളുടെ മുഖം നല്ല കണ്ടുപരിചയം. ഈ കണ്ടുപരിചയം എന്നുള്ളതിന് നമുക്ക് പറയാം ഫെമിലിയർ. ഫെമിലിയർ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ആണല്ലോ, നല്ല കണ്ടുപരിചയമുള്ള മുഖമാണല്ലോ എന്നതിന് നമുക്ക് പറയാം നല്ല ഫെമിലിയർ ആയിട്ടുള്ള മുഖമാണല്ലോ, അല്ലെങ്കിൽ നല്ല ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ആണല്ലോ എന്ന് പറയാം കേട്ടോ. അതുപോലെ ആ കുട്ടീനെ നല്ല കണ്ടുപരിചയം ഉണ്ടല്ലോ, ഭയങ്കര ഫെമിലിയർ ആയിട്ട് തോന്നുന്നു ആ കുട്ടീനെ. ഫെമിലിയർ, ഫെമിലിയർ ആ വാക്ക് ഉപയോഗിച്ച് തുടങ്ങിക്കോളൂ കേട്ടോ. അതുപോലെ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു വസ്ത്രം സെലക്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ചിലർക്ക് ഭയങ്കര അഭിപ്രായങ്ങളായിരിക്കും അല്ലേ. അതായത് ഒരെണ്ണവും രണ്ടെണ്ണവും ഒന്നും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പിടിക്കില്ല, കുറേ നോക്കി കുറേ തപ്പി കണ്ടാലൊക്കെയാണ് അവർക്ക് ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആ ഒരു സ്വഭാവത്തിനെയാണ് നമ്മൾ പറയുക ഭയങ്കര ചൂസിയാണ്, അല്ലെങ്കിൽ ഭയങ്കര സെലക്റ്റീവാണ് ആള്, അല്ലെങ്കിൽ ഭയങ്കര പിക്കിയാണ് ആള് എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ട് നോക്കിയൊക്കെ എടുക്കുന്ന ആൾക്കാരെ നമ്മൾ എന്താ പറയുക, ഭയങ്കര ചൂസിയാണ് അല്ലെങ്കിൽ ഭയങ്കര പിക്കിയാണ് എന്ന് പറയാം. ഞാൻ ഡ്രസ്സുകളുടെ കാര്യത്തിൽ ഭയങ്കര ചൂസിയാണ്, അതും ഇതൊന്നും ഞാൻ ഇടില്ല, ഞാൻ ഒരുപാട് നോക്കിയിട്ടൊക്കെ ഭയങ്കര സെലക്റ്റീവായിട്ട് എടുക്കുള്ളൂ എന്നുള്ളതിന് പകരം നമുക്ക് പറയാം ഭയങ്കര ചൂസിയാണ് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ ഭയങ്കര പിക്കിയാണ്, എല്ലാം ഒന്നും കഴിക്കില്ല, എനിക്ക് അത് ഇഷ്ടമാണ് ഇത് ഇഷ്ടമില്ല, അങ്ങനെയൊക്കെയുള്ള ആ ഒരു സ്വഭാവത്തിനെ നമുക്ക് പറയാം ഭയങ്കര പിക്കിയാണ്. ഏതൊരു കാര്യത്തിലാണെങ്കിലും, അതിപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഞാൻ ഭയങ്കര ചൂസിയാണ് എന്ന് നമുക്ക് പറയാം കേട്ടോ. അതുപോലെ നമ്മൾ പറയില്ലേ നല്ല പെരുമാറ്റമുള്ള കുട്ടി കേട്ടോ, അല്ലെങ്കിൽ നല്ല പെരുമാറ്റമുള്ള മനുഷ്യനാണ് അത്. അപ്പോൾ നല്ല പെരുമാറ്റം എന്നുള്ളതിന് നമുക്ക് പറയാം നല്ല ബിഹേവിയറാണ്. ആ കുട്ടിയുടെ നല്ല ബിഹേവിയറാണ് കേട്ടോ. എനിക്ക് ആ കുട്ടിയുടെ ബിഹേവിയർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു എന്ത്, മിങ്കിൾ. ഞാൻ അത്ര പെട്ടെന്ന് മറ്റുള്ളവരായിട്ട് ഇടപഴകുന്ന ആളല്ല, ഇടപഴകുക, മിങ്കിൾ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് മറക്കരുത് കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു ഓർത്ത് വെക്കേണ്ട ഒരു വേർഡാണ് ബിഹേവിയർ. ആ കുട്ടിയുടെ ബിഹേവിയർ എനിക്ക്, ആ കുട്ടിയുടെ സ്വഭാവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളരെയധികം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അല്ലേ തീരുമാനം. നീ അത് തീരുമാനിച്ചോ, നീ അത് ഡിസൈഡ് ചെയ്തോ എന്ന് ചോദിക്കുക. എൻ്റെ ആ തീരുമാനം ശരിയായില്ല, എൻ്റെ ആ ഡിസിഷൻ ശരിയായില്ല. അപ്പോൾ ഡിസിഷൻ, തീരുമാനം. തീരുമാനിച്ചു എന്നുള്ളത് ഡിസൈഡ് ചെയ്തു, തീരുമാനിക്കും, ഡിസൈഡ് ചെയ്യും. ഓക്കെ, തീരുമാനം എന്നുള്ളതിനെ നമ്മൾ ഡിസിഷൻ എന്ന് പറയും. ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, ഞാൻ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡിസൈഡ് എന്നുള്ള വാക്കും ഡിസിഷൻ എന്നുള്ള വാക്കും ഉപയോഗിച്ച് തുടങ്ങി കേട്ടോ. വെറുതെ എൻ്റെ അടുത്ത് തർക്കിക്കാൻ നിൽക്കണ്ട.
ഈ തർക്കിക്കുക എന്നുള്ള വാക്ക് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലേ. അല്ലെങ്കിൽ വെറുതെ എൻ്റെ അടുത്ത് തല്ലൂടാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ വെറുതെ എൻ്റെ അടുത്ത് വാദിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ നമ്മൾ പറയില്ലേ. നമുക്കതിനെ ആർഗ്യൂ എന്ന് പറയാം കേട്ടോ. വെറുതെ എൻ്റെ അടുത്ത് ആർഗ്യൂ ചെയ്യാൻ നിൽക്കണ്ട, വെറുതെ എൻ്റെ അടുത്ത് ആർഗ്യൂ ചെയ്യാൻ നിൽക്കണ്ട, വാദിക്കുക അല്ലെങ്കിൽ തർക്കിക്കുക എന്നുള്ളൊരർത്ഥമാണ് കേട്ടോ. കുട്ടീനെ സ്കൂളിൽ വിടാൻ പോയപ്പോൾ, അല്ലെങ്കിൽ ഞാൻ കുട്ടീനെ കൊണ്ടാക്കാൻ പോകാറുണ്ട്, അല്ലെങ്കിൽ കുട്ടീനെ ഞാൻ ബസ്സിൻ്റെ അവിടം വരെ കൊണ്ടാക്കും എന്നൊക്കെ പറയില്ലേ. ഈ കൊണ്ടാക്കുക എന്നുള്ളതിനാണ് നമുക്ക് ഡ്രോപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ഞാൻ കുട്ടീനെ ഡ്രോപ്പ് ചെയ്യാൻ സ്കൂളിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് വരെ ഞാൻ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഡ്രോപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിക്കണം കേട്ടോ. ഡ്രോപ്പിൻ്റെ ഓപ്പോസിറ്റ് എന്താ വരുന്നത്? പിക്ക്. ഞാൻ ബസ് സ്റ്റോപ്പിൽ പിക്ക് ചെയ്യാൻ പോവും, അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ നിന്ന് കുട്ടീനെ പിക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഡ്രോപ്പ് ആക്കുക, കൊണ്ടാക്കുക എന്നുള്ളൊരർത്ഥമാണ്. കൊണ്ടുവരിക, പിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പോവാറുണ്ട്, ഞാൻ പിക്ക് ചെയ്യാറുണ്ട്, ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കും കേട്ടോ. ഡെയിലി ലൈഫിലേക്ക് അത് വളരെയധികം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. കടയിൽ നിന്ന് കൊണ്ടുവരാൻ വരുമോ എന്നൊന്നും ചോദിക്കേണ്ട, എന്നെ കടയിൽ നിന്ന് പിക്ക് ചെയ്യാൻ വരുമോ, അല്ലെങ്കിൽ എന്നെ കടയിലൊന്ന് ഡ്രോപ്പ് ചെയ്യുമോ. അപ്പോൾ ഡ്രോപ്പ്, പിക്ക് ഇത് രണ്ടും ഓർത്തിരുന്നോളൂ. സപ്പോസ് എന്നുള്ളൊരു വാക്ക് വളരെ നല്ലൊരു വാക്കാണ്. നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കണം കേട്ടോ. സപ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്, അല്ലെങ്കിൽ തിങ്ക്, ഇമാജിൻ എന്നൊക്കെ പറയില്ലേ, അതിനാണ് നമ്മൾ സപ്പോസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക കേട്ടോ. നമ്മളിപ്പോൾ നാളെ ദുബായിൽ പോവാന്ന് വിചാരിക്കും. സപ്പോസ് നമ്മൾ ദുബായിൽ പോവാണ് നാളെ. അപ്പോൾ വിചാരിക്കുക എന്നുള്ളതിനാണ് നമ്മൾ സപ്പോസ് എന്ന് പറയാം കേട്ടോ. ഞാനിപ്പോൾ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് ഞാനിപ്പോൾ അവിടെയാണ്, അപ്പോൾ അത്രയും പറഞ്ഞാൽ മതി. ഞാൻ അവിടെയാണെന്ന് വിചാരിക്കുക എന്ന് പറയണ്ട. സപ്പോസ് ഇപ്പം ഞാൻ അവിടെയാണ്, അപ്പോൾ സപ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കുക, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്നുള്ളൊരർത്ഥമാണ് കേട്ടോ സപ്പോസിന് വരുന്നത്. സപ്പോസ് ഐ ആം അറ്റ് യുവർ ഹൗസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം നിൻ്റെ വീട്ടിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ അല്ലെങ്കിൽ സപ്പോസ് ഐ ആം യുവർ ഡോട്ടർ, ഞാൻ നിൻ്റെ മോളാണെന്ന് വിചാരിക്കുക. അപ്പോൾ വിചാരിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സപ്പോസ് എന്ന് ഉപയോഗിക്കുക കേട്ടോ. നേർക്ക് നേർ സംസാരിക്കണം, അല്ലെങ്കിൽ മുഖത്തോട് മുഖം സംസാരിക്കണം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിൻ്റെ ഇംഗ്ലീഷാണ് ഫേസ് ടു ഫേസ്. നമുക്ക് ഫേസ് ടു ഫേസ് സംസാരിക്കാം. നമുക്ക് നേർക്ക് നേർ സംസാരിക്കാമല്ലോ. എന്തിനാ ഒളിച്ചു വയ്ക്കുന്നത്, എന്തിനാ നമ്മൾ ഹൈഡ് ചെയ്യേണ്ട ആവശ്യം? കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നേർക്ക് നേർ സംസാരിക്കാം. അപ്പോൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നേർക്ക് നേർ സംസാരിക്കാം. ഫേസ് ടു ഫേസ് സംസാരിച്ചാൽ തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ, മുഖത്തോട് മുഖം അല്ലെങ്കിൽ നേരിട്ട് സംസാരിച്ചാൽ തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫേസ് ടു ഫേസ് എന്ന് പറയാം, നേർക്ക് നേർ. ഓക്കെ, അപ്പോൾ ഫേസ് ടു ഫേസ് എന്നുള്ള വാക്ക് ഇനി ഉപയോഗിക്കാം. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഞാൻ പോവില്ല. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എന്നുള്ളത് നമുക്ക് മാറ്റിയിട്ട് വാട്ട് എവർ ഞാൻ പോവില്ല എന്ന് പറയാം. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും അപ്പോൾ അതിന് നമ്മൾ എന്താ ഉപയോഗിക്കുക? വാട്ട് എവർ. നല്ല തിരക്കുള്ള സമയം, അതിനെ നമ്മൾക്ക് എങ്ങനെയൊക്കെ പറയാൻ പറ്റും? ബിസി അവേഴ്സ് എന്നൊക്കെ പറയാം. പക്ഷെ നമുക്ക് പറയാം പീക്ക് ടൈം. ഇപ്പോൾ ഒരു 8 മണി 9 മണിയൊക്കെ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കുള്ള സമയമല്ലേ. സ്കൂളിൽ പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന ആൾക്കാർ, അങ്ങനെ. അപ്പോൾ നമ്മൾ പറയില്ലേ നല്ല തിരക്കുള്ള സമയമാണ്. അപ്പോൾ അതിനെ നമുക്ക് പറയാം നല്ല പീക്ക് ടൈം ആയതുകൊണ്ട്, പീക്ക് ടൈം, തിരക്കുള്ള സമയം. ഞാൻ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു, എങ്ങനെയൊക്കെയോ, സംഹൗ. അപ്പോൾ സംഹൗ എന്നുള്ളൊരു വാക്ക് വളരെയധികം നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വാക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് പോകുന്നു, സംഹൗ അവിടെ നിന്ന് പോകുന്നു, സംഹൗ, എങ്ങനെയൊക്കെയോ. ഇന്ന് തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു, ഒരു മിനിറ്റ് വെറുതെ ഇരിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നതിന് പകരം നമുക്ക് പറയാം ഇന്നൊരു ഹെക്റ്റിക് ഡേ ആയിരുന്നു, വളരെ ബുദ്ധിമുട്ടുള്ള, ഒരുപാട് ജോലി ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ദിവസമായിരുന്നു എന്നുള്ളതിനാണ് നമ്മൾ ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ദിവസമായിരുന്നു എന്ന് പറയാം കേട്ടോ. ഇന്ന് എനിക്ക് ഭയങ്കര തിരക്കേറിയ ഒരു ദിവസമായിരുന്നു, അപ്പോൾ ഇന്ന് ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു എന്ന് പറയാം. നമ്മൾ ഡ്രസ്സിൽ വല്ല കറയോ അഴുക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര എന്തോ പോലെ ആയിരിക്കും അല്ലേ. നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഒരു തരി കീറിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള ആളടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കില്ലേ, അയ്യോ അത് പെട്ടെന്ന് കാണുമോ നോക്കി, അല്ലെങ്കിൽ മറ്റുള്ളവർ പെട്ടെന്ന് ശ്രദ്ധിക്കുമോ എന്ന് നോക്കിയേ എന്നൊക്കെ പറയില്ലേ. അതിനെ നമുക്ക് പറയാം പെട്ടെന്ന് നോട്ടീസ് ചെയ്യുമോ നോക്കി, അല്ലെങ്കിൽ ഇത് നോട്ടീസബിൾ ആണോ എന്ന് നമുക്ക് ചോദിക്കാം കേട്ടോ. അപ്പം നോട്ടീസബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് കാണുന്നുണ്ടോ എന്നുള്ളൊരർത്ഥമാണ്. അല്ലെങ്കിൽ ഇത് നോട്ടീസ് ചെയ്യുമോ ആരെങ്കിലും, ഇതാരെങ്കിലും ശ്രദ്ധിക്കുമോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ആരെങ്കിലും നോട്ടീസ് ചെയ്യുമോ നോക്കിയേ എന്ന് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ മിക്കപ്പോഴും കുട്ടികളുടെ കൂടെ പോവാറ്. ഞാൻ മിക്കപ്പോഴും എന്നുള്ളതിന് നമുക്ക് യൂസ് ചെയ്യാം ഞാൻ യൂഷ്വലി കുട്ടികളുടെ ഒപ്പമാണ് പോവാറ്. ഞാൻ നടന്നാണ് മിക്കപ്പോഴും പോവാറ് എന്നുള്ളതിന് നമുക്ക് പറയാം ഈ മിക്കപ്പോഴും എന്നുള്ള വാക്ക് നമ്മളുടെ ലൈഫിൽ എന്നും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അല്ലേ. അപ്പോൾ മിക്കപ്പോഴും എന്നുള്ളതിന് നമുക്ക് യൂഷ്വലി എന്ന് പറയാം. ഞാൻ യൂഷ്വലി നടന്നാണ് പോവാറ്,
അല്ലെങ്കിൽ ഞാൻ യൂഷ്വലി കുട എടുക്കാറുള്ളതാണ്, ഞാൻ മിക്കപ്പോഴും കയ്യിൽ കുട കരുതുന്നതാണ്, ഇന്ന് കരുതിയില്ല. അപ്പോൾ നമുക്ക് പറയാം ഞാൻ യൂഷ്വലി കയ്യിലെടുക്കുന്നതാണ് കുട. അപ്പോൾ യൂഷ്വലി മിക്കപ്പോഴും എന്നുള്ള വാക്ക് നമുക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അല്ലേ. അപ്പോൾ അതിനി യൂഷ്വലി ആക്കി മാറ്റാം കേട്ടോ. അത് ഓർക്കാപ്പുറത്ത് സംഭവിച്ചൊരു കാര്യമാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ അയ്യോ അത് പെട്ടെന്ന് കയറി വന്നു എന്നൊക്കെ പറയില്ലേ, അതിനെ നമുക്ക് ഓൾ ഓഫ് എ സഡൻ എന്ന് പറയാം, അല്ലെങ്കിൽ സഡൻലി എന്ന് പറയാം. സഡൻലി അല്ലെങ്കിൽ ഓൾ ഓഫ് എ സഡൻ, അവർ വന്നത് ഓൾ ഓഫ് എ സഡൻ ആയിപ്പോയി എന്ന് നമുക്ക് പറയാം. അയ്യോ ആ തീരുമാനം എടുത്തത് പെട്ടെന്നായിപ്പോയി, ആ തീരുമാനം സഡൻ ആയിട്ടുള്ളൊരു തീരുമാനമായിപ്പോയി. സഡൻ അല്ലെങ്കിൽ ഓൾ ഓഫ് എ സഡൻ അല്ലെങ്കിൽ സഡൻലി എന്ന് നമുക്ക് പറയാം. നമ്മൾ മിക്കപ്പോഴും ഷോപ്പിങ്ങിന് പോകുമ്പോൾ ചോദിക്കും അല്ലേ, പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാനാണോ പോണത്? അപ്പോൾ ഈ പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാനാണ് പോണേന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രോസറി എന്ന് പറയും കേട്ടോ. പലചരക്കിനെ നമ്മൾ മൊത്തത്തിൽ എന്താ പറയുക? ഗ്രോസറി. അപ്പോൾ വേറൊന്നുമില്ല, കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ആണുള്ളത്, പലചരക്ക് സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കാനുള്ളൂ എന്നാണെങ്കിൽ നമുക്ക് പറയാം ഗ്രോസറി ഷോപ്പിംഗ്. ഗ്രോസറി ഷോപ്പിംഗ്. അപ്പോൾ പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാനാണ് പോണേന്നുണ്ടെങ്കിൽ ഗ്രോസറി ഷോപ്പിംഗ് എന്ന് നമുക്ക് പറയാം. നമ്മൾ പലചരക്ക് കട എന്നെങ്ങനെയാ പറയുക? ഗ്രോസറി ഷോപ്പ്. ഗ്രോസറി ഷോപ്പ്. അതുപോലെ ടീച്ചേഴ്സ് പറയും അല്ലേ, കുട്ടീനെ ഒന്ന് ഓർമ്മിപ്പിച്ചോളൂ ഹോംവർക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ളവരുടെ അടുത്ത് പറയില്ലേ, അയ്യോ അതെന്നൊന്ന് ഓർമ്മിപ്പിക്കട്ടോ, എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യട്ടോ എന്ന് നമുക്ക് പറയാം. എപ്പോഴും ഈ ഓർമ്മിപ്പിക്കുക എന്ന് നമുക്ക് പറയണ്ട, അതിന് പകരം നമുക്ക് പറയാം എന്നൊന്ന് റിമൈൻഡ് ചെയ്യിക്കട്ടോ, എന്നൊന്ന് റിമൈൻഡ് ചെയ്യോ നീ ആ വെജിറ്റബിൾസ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യട്ടോ, എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടോ. അപ്പോൾ തുണി പുറത്തിട്ടിട്ടുണ്ട് അതൊന്ന് എടുക്കാൻ എന്നെ ഓർമ്മിപ്പിക്കണം എന്നുള്ളത് നമ്മളെങ്ങനെ പറയും? ക്ലോത്ത്സ് ഒക്കെ പുറത്തിട്ടിട്ടുണ്ട് അതൊന്ന് എടുക്കാൻ റിമൈൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ റിമൈൻഡ് ഓർമ്മിപ്പിക്കുക, റിമൈൻഡ് ഓർമ്മിപ്പിക്കുക. നാളെ എക്സാം ആണ് കേട്ടോ, മറക്കരുത് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ മറക്കരുത് എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ പറയും? ഡോണ്ട് ഫർഗെറ്റ്. ഡോണ്ട് ഫർഗെറ്റ്. മറക്കരുത്, ഡോണ്ട് ഫർഗെറ്റ്. അപ്പോൾ ഈ വാക്കുകളൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യണം. കുട്ടികളോടൊക്കെ പറയുക ആ ടിഫിൻ ബോക്സ് എടുക്കട്ടോ, കൊണ്ടുപോകാൻ മറക്കല്ലേ എന്ന് പറയണതിന് പകരം നമുക്ക് പറയാം ആ ടിഫിൻ ബോക്സ് എടുക്കട്ടാ, ഡോണ്ട് ഫർഗെറ്റ്. ഡോണ്ട് ഫർഗെറ്റ്. കല്യാണ പെണ്ണിനെ നമ്മൾ എന്താ പറയുക? ബ്രൈഡ് എന്ന് പറയും അല്ലേ. അപ്പോൾ കല്യാണ ചെക്കനെയോ? ബ്രൈഡ് ഗ്രൂം. ബ്രൈഡ് ഗ്രൂം. ഇതിൻ്റെ നിറം മങ്ങിപ്പോയി, ഈ വസ്ത്രത്തിൻ്റെ നിറം മങ്ങിപ്പോയി എന്നൊക്കെ പറയില്ലേ നമ്മൾ. അല്ലെങ്കിൽ ഗോൾഡൊക്കെ കുറേ നാൾ കയ്യിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കളറ് മങ്ങും അല്ലേ. അപ്പം മങ്ങുന്നതിനെ നമ്മൾ ഫെയ്ഡ് എന്ന് പറയും കേട്ടോ. അതിൻ്റെ കളറ് ഫെയ്ഡായി, പെട്ടെന്ന് ഫെയ്ഡായി എന്നൊക്കെ പറയും. അപ്പോൾ മങ്ങിപ്പോയി എന്നുള്ളതിന് പകരം നമുക്ക് പറയാം ഫെയ്ഡ്. ആ ഡ്രസ്സിൻ്റെ കളറ് പെട്ടെന്ന് മങ്ങിപ്പോയി, ആ ഡ്രസ്സിൻ്റെ കളറ് പെട്ടെന്ന് ഫെയ്ഡായിപ്പോയി എന്ന് നമുക്ക് പറയാം. അയ്യോ ഈ വളയുടെ തിളക്കം പോയി, ഈ വള പെട്ടെന്ന് ഫെയ്ഡായി എന്ന് നമുക്ക് പറയാം. അപ്പോൾ മങ്ങിപ്പോവുക, ഫെയ്ഡാവുക. അപ്പോൾ ഇന്നത്തെ ചെറിയ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതും നിങ്ങൾ കോമെൻറ്റ്സ് വഴി എന്നെ അറിയിക്കുക കേട്ടോ. സോ അൺടിൽ വി സീ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ, ബൈ ബൈ.